ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ഹരിത. ജിമ്മിൽ പോയി വന്ന് കുളിച്ച് നനഞ്ഞ തലയോട് കൂടിയിട്ടാട്ടോ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുടിയുടെ മുകളിൽ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓണ സീസണും കല്യാണ സീസണൊക്കെ ആയല്ലോ. അപ്പോൾ എനിക്ക് മോൻ്റെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ കൊടുക്കാനും അമ്മയ്ക്ക് കല്യാണത്തിന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് സാരി വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വെച്ചുട്ടന് സ്കൂളിൽ ലീവായതുകൊണ്ട് ഞാനും അമ്മയും വെച്ചുട്ടനും കൂടി ടൗണിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മേനെ വെയിറ്റ് ചെയ്യുന്ന നേരം വെച്ചുട്ടൻ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന് കളിക്കുക കേട്ടോ. അതിന് നമ്മൾ ജയലക്ഷ്മിയിലാണ് വന്നത്. ജയലക്ഷ്മിയിൽ എത്തുമ്പോഴേക്കും എൻ്റെ മുടി ഓൾമോസ്റ്റ് ഉണങ്ങി. ആ ഒരു വൃത്തികെട്ട ലുക്ക് അങ്ങ് കുറഞ്ഞ് കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ സാരി നോക്കാൻ വേണ്ടി പോവാം. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ അനുപേട്ടൻ വിളിച്ചത്. നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, August 21. അപ്പോൾ അനുപേട്ടൻ എൻ്റെ അടുത്ത് ഇഷ്ടമുള്ള സാരി എന്താ വെച്ചാൽ വാങ്ങിക്കോളാൻ പറഞ്ഞു, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട്. കാരണം അനുപേട്ടൻ നാട്ടിലില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓണത്തിനും കല്യാണത്തിനും രണ്ടിനും കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി വാങ്ങാം. കാരണം ഒരുപാട് സാരി വാങ്ങി കൂട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ കബോർഡ് തുറന്നു കഴിഞ്ഞാൽ ഒരു ലോഡ് സാരി ഉണ്ടാവും. പക്ഷേ ഒരു സ്ഥലത്തേക്ക് കൊടുത്ത് എല്ലാവരും കണ്ട സാരി അടുത്തല്ല അതേ സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ പോകുന്ന ഫങ്ഷൻ എല്ലാം ഒരേ ക്രൗഡായതുകൊണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിപ്പീറ്റഡ് ക്രൗഡ് അല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ ഉടുക്കൂട്ടോ പഴയ സാരിയൊക്കെ. പക്ഷേ ഈ ഫാമിലി ഫങ്ഷനൊക്കെ പോകുന്ന നേരം ഒരേ സാരി തന്നെ 2-3 കല്യാണത്തിന് നമുക്ക് കൊടുത്ത് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുതന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പം മിറർ കണ്ടാൽ പിന്നെ നമ്മളെവിടെയും വിടാൻ പാടില്ല. എവിടെ മിറർ കണ്ടാലും അവിടെ ഓടിപ്പോയി വീഡിയോ എടുക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. സാരി തപ്പി എനിക്ക് മടുത്തു കിട്ടോ. ഞാൻ എൻ്റെ മൈൻഡിലൊരു നല്ല ബോട്ടിൽ ഗ്രീൻ കളർ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ആ കളർ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏത് സാരി എടുത്തതെന്ന് നിങ്ങൾക്കൊരു ഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ അമ്മ സാരി എടുത്തു, ഞാനൊരു സാരി എടുത്തു. പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാർ അടിക്കാൻ വേണ്ടി മെറ്റീരിയൽ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജയലക്ഷ്മിയിലെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ പോയി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തീർത്തു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ ഏത് സാരി എടുത്തതെന്ന്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നമ്മൾ ചേവാരി ടോപ്പ് ഫോമിലാട്ടോ വന്നേ. വിച്ചുട്ടൻ എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഇരുന്നിട്ട്. ഫുഡ് വരുന്ന വരെ അവൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ചുമ്മാ ഡയലോഗ് അടിച്ചിരിക്കുക. അപ്പോൾ അവന് സൂപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടനും ഞാനും സൂപ്പ് മേടിച്ചു. പിന്നെ വാങ്ങിയ ഫുഡൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. 4 മണിയായി ഉണ്ടായിരുന്ന സമയം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവൂര് തന്നെ ആകൃതിയിൽ വന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയപ്പോൾ നല്ല ഉറക്കം വരാൻ തുടങ്ങി ഗൈസ്. അതുകൊണ്ട് തന്നെ ബെഡിൽ കിടന്നിട്ടാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് ഷോട്ട് ഞാൻ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.